പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 8-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുരുപാലിച്ചില്ലേ. എത്ര അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു ഇന്നത്തെ പകൽക്കാലം. ദൈവിക സമൃദ്ധിയിൽ നമ്മളെ നടത്തിയതോർത്ത് നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് കരമുയർത്തി പറ, കർത്താവേ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ഞങ്ങളെ ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. 2026 ഫെബ്രുവരി മാസം 8-ാം തീയതിയെ ഞങ്ങളൊരു റിവൈവൽ സൺഡേ എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ലോകവ്യാപകമായി ഒരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. ലോകവ്യാപകമായി ഒരു ഉണർവിൻ്റെ ദിവസമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ലോകവ്യാപകമായി ഒരു ഉണർവിൻ്റെ ദിവസമായി ഈ ദിവസം മാറട്ടെ. ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഗ്ലോറി ലോകവ്യാപകമായി മാനിഫെസ്റ്റ് ചെയ്യട്ടെ. അങ്ങയുടെ മഹിമ ലോകം മുഴുവനും വെളിപ്പെടട്ടെ. കർത്താവേ, ഭൂമി അങ്ങയുടെ മഹത്വത്താൽ നിറയട്ടെ. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഇന്നത്തെ പകൽക്കാലം ഈ ഭൂമി അങ്ങയുടെ മഹത്വത്താൽ നിറഞ്ഞു നിൽക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ഫാദർ, വി ലവ് യു ജീസസ്. നന്ദിയോടെ സ്തോത്രം, 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 സ്തോത്രം 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 സ്തോത്രം. കർത്താവിന് മഹത്വം കൊടുത്താണ്, കർത്താവിന് മഹത്വം കൊടുത്താണ്. അല്പസമയം കൂടെ കർത്താവിനെ ഒന്ന് കരമുയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് ആ ദൈവകൃപയ്ക്കായിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞാട്ട് സങ്കീർത്തനക്കാരൻ പറയുക, സങ്കീർത്തനം 7:10, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, കർത്താവ് ഹൃദയപരമാർത്ഥികളെ രക്ഷിക്കുന്നു. 17-ാമത്തെ വാക്യം, ഞാൻ യഹോവയെ കർത്താവിനെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ എല്ലാവരെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർക്ക് ആരോഗ്യമുണ്ടാകട്ടെ, ഇവർക്ക് ദീർഘായുസ്സുണ്ടാകട്ടെ, ഇവർക്കൊന്നിനും കുറവ് വരാതെ കർത്താവ് ഇവരെ സൂക്ഷിക്കണമേ. പ്രത്യേകിച്ച് ദൈവിക ആരോഗ്യത്തിൽ ജീവിക്കട്ടെ. ഡിവൈൻ ഹെൽത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകട്ടെ. ഞാനിവരെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുന്നു, ദൈവിക ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ദൈവിക സൗഖ്യം അനുഭവിക്കട്ടെ. അസ്ഥികൾ ബലപ്പെടട്ടെ, മാംസപേശികൾ ശക്തി പ്രാപിക്കട്ടെ. ആമേൻ. ഞരമ്പുകൾ ശക്തി പ്രാപിക്കട്ടെ. ആന്തരിക അവയവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ആമേൻ. ദൈവിക കൃപ കൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ നിറയുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശരീരത്തിലെ രക്തോട്ടം നോർമലാകട്ടെ. ബ്ലഡ് സർക്കുലേഷൻ നോർമലാകുമ്പോൾ തന്നെ ആമേൻ പമ്പിങ് നോർമലായി നടക്കട്ടെ. ഹാർട്ട് മസിൽസ് ശക്തി പ്രാപിക്കട്ടെ. ആമേൻ. റെസ്പിറേഷൻ യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രിയപ്പെട്ടവരുടെ ശരീരം ഡിവൈൻ ഹെൽത്തിലേക്ക് വരട്ടെ. അതുപോലെ ദൈവിക സമൃദ്ധി ഇവർക്കുണ്ടാകട്ടെ. ഒന്നിനും കുറവില്ലാതെ എല്ലായിടത്തും ദൈവിക സമൃദ്ധി എക്സ്പീരിയൻസ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രത്യേക കൃപ അവരുടെ മേൽ ഉണ്ടാകണമേ. കർത്താവ് അവരെ സഹായിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഇന്നത്തെ സഭായോഗങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ലോകവ്യാപകമായി ഒരു വലിയ ഉണർവിനായിട്ട് ഈ സഭായോഗങ്ങൾ മുഖാന്തരമായി തീരട്ടെ. അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ ഇടവരണം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ലോകവ്യാപകമായ ഒരു റിവൈവലിന്, ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്ന സഭായോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് ഇന്ന് പ്രഭാതത്തിൽ
എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്നത്. പിശാചിന് ഇടം കൊടുക്കരുത്, പിശാചിന് ഇടം കൊടുക്കരുത്. ഇത് എഫേഷ്യൻ സഭയോട് പറയുന്ന ദൂതാണ്. എഫേഷ്യൻ സഭയെന്ന് പറഞ്ഞാൽ ദൈവമക്കളോട് പറയുന്ന ദൂതാണ്. മറ്റാരോടും പറയുന്ന ദൂതല്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് മേടിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളോട് പറയുകയാണ്, പിശാചിന് നിങ്ങൾ എന്ത് ചെയ്തത്? ഇടം കൊടുക്കരുത്. അപ്പോൾ ഇടം കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇടം കൊടുത്താൽ അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ദോഷം വരാൻ സാധ്യതയുണ്ട്, തിന്മ ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പിശാചിന് എന്ത് ചെയ്യാൻ പാടില്ല? ഇടം കൊടുക്കുവാൻ പാടില്ല. അതാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചിന്തിക്കണം, എങ്ങനെയാണ് പിശാചിന് ഇടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ ചിലപ്പോൾ നല്ല വിശ്വാസിയായിരിക്കാം, സഭായോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ആളായിരിക്കാം, സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന ആളായിരിക്കാം, വേദപുസ്തകം വായിക്കുന്ന ആളായിരിക്കാം. ഇതെല്ലാം എഫേഷ്യൻ സഭ. പക്ഷേ എന്നിട്ടും ആ സഭയോട് പറയുക, പിശാചിന് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. അർത്ഥം ഇടം കൊടുത്താൽ ദോഷം ചെയ്യും. നമ്മളറിയാം, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞു, കള്ളൻ അറപ്പാനും മുടിപ്പാനും കൊല്ലാനുമാണ് വരുന്നത്. അപ്പോൾ പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിശാച് എന്ത് ചെയ്യും? പിശാച് അകത്ത് കയറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അനങ്ങാതിരിക്കത്തില്ല. അതേതെങ്കിലും രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒന്നീ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അത് ആരോഗ്യപരമായിട്ടായിരിക്കാം, ഫൈനാൻഷ്യലി ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബപരമായിട്ടായിരിക്കാം, പല രീതിയിലുള്ള ഡിസ്റ്റർബൻസുകളായിരിക്കാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇടം കൊടുക്കാൻ പാടില്ല. എങ്ങനെ? ഇപ്പം നമ്മൾ ഉദാഹരണം പറയാം, നമ്മുടെ വീട് നല്ല വീടാണ്, എല്ലാം വൃത്തിയാക്കിയിട്ടിരിക്കുക, നല്ല മനോഹരമാക്കി വെച്ചിരിക്കുക. പക്ഷേ നമ്മുടെ വീടിൻ്റെ മെയിൻ ഡോർ അടയ്ക്കാൻ മറന്നുപോയാൽ ഏത് കള്ളനും കയറാനുള്ള സാഹചര്യമുണ്ട്, അല്ലേ? അപ്പോൾ കള്ളം കയറിക്കഴിഞ്ഞാലോ? കള്ളം കയറിക്കഴിഞ്ഞാൽ ചുമ്മാതെ കയറുമോ? കള്ളം കയറി ചുമ്മാതെ നിന്നിട്ട് ചായ കുടിച്ചിട്ട് പോകുമോ? ഇല്ല. കള്ളം കയറിയാൽ നല്ലത് നോക്കി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് പിശാചിന് ഇടം കൊടുത്താലുള്ള അവസ്ഥ. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ കൊതുക് കുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ വസ്ത്രമെല്ലാം ധരിക്കും. പക്ഷേ കൊതുക് എവിടെ കുത്തുന്നത്? എവിടെ വസ്ത്രം കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടില്ല, നമ്മുടെ കൈപ്പൊത്ത, കൈയുടെ വിരലുകളെ, കാലിൻ്റെ വിരലുകളെ, മുഖം, ഇവിടെയൊക്കെയാണ് കൊതുക് കുത്തുന്നത്. കാരണം അത് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുക, അത് നമ്മൾ മറച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചെറിയ വീഴ്ചകൾ വരുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചറിഞ്ഞോണം. കാരണം ഒരു രീതിയിലും പിശാചിന് ഇടം കൊടുക്കരുത്. ഒരു അല്പം ഒരാളോട് ചെറിയ വിദ്വേഷം നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, നമ്മൾ ഭയങ്കരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം. പക്ഷേ കൈപ്പകത്തിരിക്കുമ്പോൾ പിശാചിന് നമ്മൾ ലീഗൽ അതോറിറ്റി കൊടുക്കുക, നമ്മളിൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നമുക്ക് അസൂയ ഉണ്ടെങ്കിൽ, പകയും പിണക്കവും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തക്കവണ്ണം ലീഗൽ അതോറിറ്റി പിശാചിന് കൊടുത്താൽ എന്തു പറ്റും? ഇടം കൊടുക്കുന്നതിന് തുല്യം. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞ് മേളിൽ കുറേ പകയെക്കുറിച്ചും പിണക്കത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്, നിങ്ങൾ ഇടം കൊടുക്കരുത്. ഇപ്പം നമുക്ക് ഭാര്യയോട് പിണങ്ങിയിരിക്കുക, ഭർത്താവിനോട് പിണങ്ങിയിരിക്കുക, കുഞ്ഞുങ്ങളോട് വൈരാഗ്യത്തോടിരിക്കുക, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പക്ഷേ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നവർ, നമ്മൾ ദൈവമക്കളാണ്. പക്ഷേ സഭയിൽ വരുന്നവരോട് ദേഷ്യം, അയൽവാസികളോട് ദേഷ്യം, കൂടെ ജോലി ചെയ്യുന്നവരോട് പിണക്കം, ഇതെല്ലാം എന്താണ്? പിശാചിന് ഇടം കൊടുക്കുക. അതുമാത്രമല്ല, ഏത് തരത്തിലുള്ള സിൻസും പാപങ്ങളും പിശാചിന് ഇടം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഈ ദിവസങ്ങളിൽ. കാരണം എന്താണ് ചെയ്യുന്നത്? പിശാചിന് ഇടം കൊടുക്കുക. നമ്മുടെ ചിന്തകളിൽ പാപങ്ങൾ വരിക, നമ്മുടെ ദൃഷ്ടിയിൽ പാപങ്ങൾ വരിക, നമ്മുടെ വാക്കുകളിൽ പാപങ്ങൾ വരിക. ഓരോ വാക്കും നമ്മൾ പറയുമ്പോൾ അത് പിശാചിന് ഇടം കൊടുക്കുന്ന വാക്കുകളായി തീരാൻ പാടില്ല, നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നതായി തീരാൻ പാടില്ല. നമുക്ക് ചുറ്റും ദൈവിക നന്മകൾ നിറഞ്ഞു നിൽക്കുക. അപ്പം നമ്മുടെ ജീവിതം എന്താണ്? ദൈവിക നന്മയെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതായിരിക്കണം. തിന്മയെ ആകർഷിക്കുന്ന പ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകില്ല. ദൈവിക നന്മകളെ നമ്മളിലേക്ക് ആകർഷിക്കുന്ന പ്രവൃത്തികൾ വേണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ജയാളികളായിട്ട് ജീവിക്കാം. അപ്പം പിശാചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ എപ്പോഴും നോക്കണം, പിശാചിന് ഇടം കൊടുക്കുന്ന എന്തെങ്കിലും എന്നിലുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ താമസിക്കുമ്പോൾ നമ്മൾ വീടിന് കിടക്കുന്നതിന് മുമ്പ് വീട്ടിലെല്ലാം പോയി നോക്കും, ഡോറുകളൊക്കെ അടച്ചോ, ജനലിന് കുറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ എന്നും നമ്മൾ ശോധന ചെയ്ത് നോക്കണം. കർത്താവേ, പിശാചിന് ഇടം കൊടുക്കുന്ന എന്തെങ്കിലും എൻ്റെ ലൈഫിലുണ്ടോ? ഇന്ന് ഞാൻ ആരോടെങ്കിലും പക വെച്ചുകൊണ്ടിരിപ്പുണ്ടോ? എൻ്റെ മനസ്സിൽ ആരോടെങ്കിലും ദേഷ്യം കിടപ്പുണ്ടോ? കയ്പ് കിടപ്പുണ്ടോ? വിദ്വേഷം കിടപ്പുണ്ടോ? ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. എവിടെയെങ്കിലും ഇടം കിടപ്പുണ്ടോ എന്ന് നോക്കണം. എങ്കിലേ നമുക്ക് ജയകരമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ.
അതുകൊണ്ട് അനുദിനം നമ്മൾ വീടിൻ്റെ ഡോറുകൾ അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ, വിൻഡോസൊക്കെ അതിൻ്റെ കൊളുത്തൊക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നത് പോലെ എല്ലാ ദിവസവും നമ്മളെ തന്നെ ഒന്ന് നോക്കണം. കർത്താവേ, ഇന്ന് പിശാചിന് ഇടം കൊടുക്കുന്ന എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ, ലീഗൽ അതോറിറ്റി കൊടുക്കുന്ന എന്തെങ്കിലും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ കണ്ടാൽ പെട്ടെന്ന് തന്നെ അതിനെ നമ്മൾ റിപ്പൻറ്റഡാകണം, നമ്മൾ മാനസാന്തരപ്പെടണം. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറവ് വന്നു പോയിട്ടുണ്ട്, എൻ്റെ ചിന്തയിൽ ഇങ്ങനെ വന്നുപോയി, എന്നിലൊരു പക വന്നുപോയി, ദ്വേഷം വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ, യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. പറയണം, ഇല്ല, എൻ്റെ മനസ്സിൽ ഇനി അങ്ങനെ വരത്തില്ല, എൻ്റെ ചിന്തകൾ ഇനി അങ്ങനെ ആകത്തില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. കേട്ടോ? കർത്താവ് നിങ്ങളെ ഈ വചനത്താൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ജീവിപ്പാൻ, ഒരു രീതിയിലും പിശാചിന് യാതൊരു ഇടവും കൊടുക്കാതെ ജയാളികളായി ജീവിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഏറ്റവും ധന്യമായി തീരട്ടെ. കൈകൾ ഉയർത്തി പറഞ്ഞാണ്ട്, എൻ്റെ തലയെ കർത്താവ് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവി, നന്മയും കണ്ണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.